നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചും ടെർണറി ഓപ്പറേറ്ററെ കുറിച്ചും ലാസ്റ്റ് പറഞ്ഞത്. കുറെ അതിനിടയ്ക്ക് ഒരുപാട് മിസ്സിംഗ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു അസൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ താനൂർക്കാർക്ക് അത് കിട്ടിയില്ല എന്ന് ഷഹാന പറഞ്ഞു. നിങ്ങളൊന്ന് രണ്ട് ഗ്രൂപ്പും കൂടെ മെർജ് ചെയ്യണമെന്ന് മിസ്സിനോട് ആവശ്യപ്പെട്ടായിരുന്നു. അത് മെർജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഒരിടത്ത് പറഞ്ഞ മറ്റവർക്ക് കിട്ടാതെ പോയത്. ഓക്കെ, ഇനി എപ്പോഴേലും സമയമുള്ള പോലെ അത് സബ്മിറ്റ് ചെയ്താൽ മതി. നമ്മള് കൺട്രോൾ സ്ട്രക്ചർ താനൂരുകാർ അറിയാൻ വേണ്ടിയാണ്. കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് എഴുതിയിട്ട് അത് ഇമെയിലായിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് ഇമെയിലായിട്ട് അയച്ചു തരിക എന്നാണ് പറഞ്ഞത്. ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കും. അല്ല, ഞാൻ ഇതിന്റെ അവസാനം എഴുതുന്നത് ഈ ഇമെയിലിലേക്ക് അയക്കാം. ഞാൻ ചാറ്റ് ബോക്സിൽ എൻ്റെ ഇമെയിൽ ID ഇടുന്നു. ഫസ്റ്റ് അസൈൻമെന്റ് ഈസ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ C. അത് പകുതി പേര് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു ബുക്കിന്റെ PDF അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ച് എഴുതിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതിയാൽ മതി. എല്ലാവരും എഴുതിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാത്തവർ ഈ ആഴ്ച അവസാനമാകുമ്പോഴത്തേക്കും സബ്മിറ്റ് ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഞാൻ എൻ്റെ സ്ക്രീനൊന്ന് എടുത്തോട്ടെ. ഞാൻ ഇതിനിടയ്ക്ക് മാക്സിമം ക്ലാസ്സുകൾ സംശയ നിവാരണത്തിനായിട്ട് വെക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ കമ്പൈലിംഗ് വിൻഡോസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ടർബോ C ID കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അവിടുന്ന് തുടങ്ങാം. സോ വിൻഡോസിൽ എങ്ങനെ ചെയ്യാം. ഞാൻ ഒരു സിപ്പ് ഫയല് ഡൗൺലോഡ് ചെയ്യുന്ന ടർബോ C 3.2.zip എന്ന് പറഞ്ഞൊരു സിപ്പ് ഫയല് ഡൗൺലോഡ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. ആ ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് അൺസിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു സെറ്റപ്പ് ഫയൽ ഉണ്ടാവും. ആ സെറ്റപ്പ് ഫയല് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടർബോ C ഇൻസ്റ്റാൾഡ് ആവും. അങ്ങനെ ടർബോ C ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇത് ടർബോ C++ എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങളുടെ മെനുവിൽ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ആ ഇന്റർഫേസിൽ സ്റ്റാർട്ട് ടർബോ C കൊടുത്തു കഴിയുമ്പോഴത്തേക്കും യു വിൽ ബി പ്രസന്റഡ് വിത്ത് ടർബോ C ID. ഇവിടെ നമുക്ക് സാധാരണ പോലെ ഒരു C പ്രോഗ്രാം ടൈപ്പ് ഇൻ ചെയ്യാം. അതിനുശേഷം അത് മെനു എടുത്തിട്ട് റൺ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കാണാം. ഇതാണ്. ഇനിയിപ്പോൾ റൺ ചെയ്തിട്ട് അത് ചിലപ്പോൾ ഇവിടെ ഒരു get ch എന്ന് പറഞ്ഞൊരു സംഗതി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്ക്രീന് get ch കൊടുക്കണമെങ്കിൽ അതിന് phonio.h കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ ചില സംഗതികളുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലാബിൽ ഉള്ള ടീച്ചറിന്റെ സഹായം തേടുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. കാരണം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് അതിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ ഇന്റർഫേസ് കണ്ടിരിക്കണം. അപ്പൊ കൈകാര്യം ചെയ്തിരിക്കണം. അപ്പൊ അത് വിശദമായിട്ട് നിങ്ങളുടെ ലാബിൽ നിൽക്കുന്ന ടീച്ചർ പറഞ്ഞു തരും. എനിവേ, ഇങ്ങനെ ഒരു സൗകര്യമാണ് വിൻഡോസിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രാഫിക്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിൻഡോസിൽ ഉള്ള ഈ ടർബോ C, അതായത് ഡോസിലെ ടർബോ C ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമാകും. അത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഡിസ്കഷനിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ടത് ലാസ്റ്റ് ഫോർ ലൂപ്പ് വരെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്.
കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം, അതായത് പറഞ്ഞതിന് ശേഷം പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഒരു കൺഫർമേഷൻ തരൂ. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ആ കേൾക്കാം. കാണാനും പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതല്ല, ഇതാണ് സ്വിച്ച് കേസിനെ കുറിച്ച് പറഞ്ഞു. സ്വിച്ച് കേസ് എന്ന് പറയുന്ന കൺസ്ട്രക്ട് ഒരു മൾട്ടിപ്പിൾ ഈഫ് എഴുതുന്ന പോലെയാണ്. പക്ഷെ ഇവിടെ ഒരു വേരിയബിളിന്റെ വാല്യൂ എന്താണോ അതിനെ അനുസരിച്ച് പലതരം, അത് 0 ആകുമ്പോൾ ഒരു തരം, അല്ലെങ്കിൽ ഇൻഡിജർ 1 ആകുമ്പോൾ ഒരു തരത്തിൽ, അങ്ങനെ ഒരു വേരിയബിളിന്റെ പ്രത്യേക വാല്യൂവില് പ്രത്യേക തരത്തില് പ്രവർത്തിക്കാൻ, ഒരു വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നു. അതാണ് സ്വിച്ച് കേസ് എന്ന് പറയുന്ന കൺട്രോൾ സ്ട്രക്ചറിന്റെ കാര്യം. ഇതൊരു ബ്രാഞ്ചിങ് ആണ്, അല്ലാതെ ഇതൊരു ലൂപ്പിംഗ് അല്ല. അത് ഞാൻ ലൂപ്പിന്റെ അവസാനമാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് ലൂപ്പിംഗ് ആയിട്ട് വിചാരിക്കരുത്. ഇത് ഒരു ഈഫ് ബ്രാഞ്ചിങ് അല്ല, സെലക്ഷൻ ടൈപ്പ് കൺട്രോൾ സ്ട്രക്ചർ ആണ്. ആ സെലക്ഷൻ ടൈപ്പ് കൺട്രോൾ സ്ട്രക്ചർ ചെയ്യുന്നത്, നമ്മൾ സാറിന് ഈഫ് എഴുതുമ്പോൾ ഈഫിനകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇത് എഴുതിയിരിക്കുന്നത് തന്നെ മൾട്ടിപ്പിൾ ഈഫ് ആയിട്ടും എഴുതാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ എഴുതുന്നതിലും കുറച്ചുകൂടെ റീഡബിൾ, വായിച്ചാൽ മനസ്സിലാകുന്ന പ്രത്യേക തരത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഒരു വേരിയബിളിന്റെ വ്യത്യസ്തങ്ങളായ വാല്യൂവിന് എന്ത് തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ഈ പ്രോഗ്രാമിൽ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡിന്റെ വർക്കിംഗ് ഒരു പ്രത്യേക തരമാണെന്ന് ഞാൻ പറഞ്ഞു. ബ്രേക്ക് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കേസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ ഫസ്റ്റ് കേസ് വർക്ക് ചെയ്യും, അപ്പൊ 0 എന്ന് പ്രിന്റ് വരും, അതൊക്കെ. പക്ഷെ ഇവിടെ ബ്രേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ സ്വിച്ചിന് പുറത്തേക്കായിരിക്കും അടുത്ത എക്സിക്യൂഷൻ പോകുന്നത്. ബ്രേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ താഴത്തെ കേസും എക്സിക്യൂട്ട് ചെയ്യും. അതിനാണ് ഫോൾ ത്രൂ എന്ന് പറയുന്നത്. ഫോൾ ത്രൂ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ഫോൾ ത്രൂ സ്ട്രക്ചർ ഒഴിവാക്കാൻ വേണ്ടിയാണ്, ഫോൾ ത്രൂ ഒഴിവാക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് എന്ന കീവേഡ് സ്വിച്ചിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക കേസ് ഉണ്ട്. രണ്ടൊന്ന് എവിടെയെല്ലാം നമ്മൾ കേസ് എന്ന് എഴുതിയിട്ട് ഒരു വാല്യൂ കൊടുക്കുമായിരുന്നു ചെയ്തത്, ഇവിടെ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ഡിഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതിൽ ഒന്നും അല്ലെങ്കിൽ, ഈ പറഞ്ഞ കേസുകളിൽ ഒന്നുമല്ല സ്ഥിതി ഡിയുടെ വാല്യൂ എങ്കിൽ വരുന്ന കേസാണ് ഡിഫോൾട്ട്. അപ്പോൾ ജനറിക് ആയിട്ട് ഈ നമ്മൾ കുറെ കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യും. ആ കേസുകളിൽ ഒന്നും പെടാത്ത ഒരു വാല്യൂ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാനുള്ള സൗകര്യവും സ്വിച്ച് കേസിനകത്ത് ഉണ്ട്. അതാണ് സ്വിച്ച് കേസിനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യം. എക്സ്ക്യൂസ് മീ, ഫോൺ. ഹലോ, സോറി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ സ്വിച്ച് കേസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇത് മൾട്ടിപ്പിൾ സ്വിച്ച് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ഈഫ് ആണ്. ആ ഈഫ് എഴുതുന്ന വിധമാണെന്ന് പിന്നീട് പറഞ്ഞത്. അവിടെ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ കൊടുക്കുക, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക, ദെൻ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ എക്സ്പ്രഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു കോളൻ സിമ്പൽ, പിന്നെ ഒരു എക്സ്പ്രഷൻ. ഈ കണ്ടീഷൻ, എക്സ്ക്യൂസ് മീ, ആരാണ്ടോ കയറാൻ ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ആദ്യത്തെ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ട്. ഇതാണ് ടെർണറി ഓപ്പറേറ്ററിന്റെ പ്രത്യേകത. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ സിന്റാക്സ് ഇത്രേ പറയുള്ളൂ, ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ എന്നാണ് പറയുക. അത് എഴുതേണ്ട വിധം ഒരു കണ്ടീഷൻ, ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 1 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടാണ് എക്സ്പ്രഷൻ 2. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ഈഫ് ആയിട്ട് എഴുതാം, ഈഫ് കണ്ടീഷൻ എക്സ്പ്രഷൻ 1 എൽസ് എക്സ്പ്രഷൻ. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇത് കുറച്ചുകൂടെ ചെറിയ എക്സ്പ്രഷനും ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് എഴുതാൻ വേണ്ടി ഈഫ് ഒക്കെ ഉപയോഗിച്ച് എഴുതുക എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം എഴുതണം. അതിനു പകരം പെട്ടെന്ന് കൺസൈസ് ആയിട്ടും വളരെ റീഡബിൾ ആയിട്ടും എഴുതാനുള്ള ഒരു സൗകര്യം എന്നുള്ള ഒരു സിന്റാക്റ്റിക് ഷുഗർ എന്നാണ് അതിന് പറയുന്നത്. അത്തരം കൺവീനിയൻസിനെ പറയുന്നത് സിന്റാക്റ്റിക് ഷുഗർ. അത് ആണ് ഇത്. അപ്പോൾ സൗകര്യമുള്ള രീതിയിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ കോമൺ ആയിട്ടുള്ള
സി പ്രോഗ്രാമുകളിലെല്ലാം ഈ ഒരു സൗകര്യം കൂടുതലായിട്ട് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സാമ്പിൾ പ്രോഗ്രാംസ് എടുക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട കാര്യം. ഇനി നമുക്ക് പറയാനുള്ളത് പ്രിസിഡൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. പ്രസിഡൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറിനാണ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാനൊരു നിങ്ങളുടെ വാട്സാപ്പ് ഇതില് ഗ്രൂപ്പില് ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അതൊരു ടേബിളാണ്, ഒരു ചാർട്ടാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ് മീ സീ. ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്ക്രീനിൽ അത് ഞാൻ വലുതാക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഓപ്പറേറ്റർ, ഏറ്റവും പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾസ്, പ്രത്യേക സ്പെഷ്യൽ മീനിങ് ഉള്ള സിമ്പിൾസ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഡോട്ട്, ആരോ ഓപ്പറേറ്റർ എന്ന് പറയും. ഒരു മൈനസും ഗ്രേറ്റർ ദാൻ സിമ്പിളും കൂടെ അടുപ്പിച്ചിടുന്നതിനാണ് ആരോ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനാണെന്നുള്ളത് പിന്നെ മനസ്സിലാക്കാം. എന്നാൽ ഇത്രയും മനസ്സിലാക്കാം. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ ആദ്യം നടക്കും. എന്തെങ്കിലും എക്സ്പ്രഷൻ നമ്മൾ ഒരു ബ്രാക്കറ്റിലാണ് പരന്തസ് അതാണ് എഴുതുന്നതെങ്കിൽ ആ പോർഷൻ ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട്, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഉള്ളത്, അതിനുശേഷം ഡോട്ട് ഉള്ള പോർഷൻ, അതിനുശേഷം നമുക്കിത് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതാം. റെസിഡൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതാം. എക്സാമ്പിൾ 4 റെസിഡൻസ് എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. A, B, C. നമുക്ക് A is equal to 3, B is equal to 8 ആവും. C is C is equal to A plus B star 3. A plus B plus B star. ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ് അല്ലേ? പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കണം അല്ലെ? ഫോർമാറ്റ് ക്യാരക്ടർ ഡി ഫോർ ഇൻറ്റിജർ, നമ്മൾ ഇൻറ്റിജർ ആയിട്ടാണ് കൊടുക്കുന്നത്. സി പ്രിന്റ് ചെയ്യാൻ എക്സാമ്പിൾ 3.c സേവ് ചെയ്തു. നമ്മളെ കമാൻഡ് പ്രോംപ്റ്റ് വന്ന് GCC -o example 3 ex3.c എറർ ഒന്നുമില്ല. അപ്പോൾ ex3 ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. ex3. ഓക്കെ, ex3. Result is 35. Result is 35. കാണുന്നുണ്ടാവും. Result is 35. 35 എങ്ങനെ കിട്ടും? നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് തിരികെ പോവാം. A plus B എന്ന് പറയുന്ന 8 3 11. 11ന്റെ കൂടെ B into 3 എന്ന് പറയുന്നത് 8 ആണ്. 8 3 24. 24ഉം 11ഉം 35. അങ്ങനെയാണ് 35 എന്നുള്ള റിസൾട്ട് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, കമ്പ്യൂട്ടേഷൻ കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിച്ചു ഇനി നമ്മൾ ഉദ്ദേശം ഇതല്ലായിരുന്നു. നമുക്ക് ഒരു ഉദ്ദേശം ഇതായിരുന്നു. B plus B ആദ്യം കണ്ടുപിടിക്കണം.
എന്നിട്ട് അതിന്റെ 3 മടങ്ങ് എടുക്കണം. ബി പ്ലസ് 3 ആദ്യം കണ്ടുപിടിക്കണം, അതിനുശേഷം അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെയായിരുന്നു നമ്മളെ ഒറിജിനൽ ഇക്വേഷൻ അല്ലെ ഉദ്ദേശമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിട്ട് വരും. നമുക്ക് നോക്കാം ഇപ്പോൾ റിസൾട്ട് എങ്ങനെ കിട്ടും. നമുക്ക് വീണ്ടും പ്രോംപ്റ്റിൽ വന്നിട്ട് നമുക്ക് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തു, എററില്ല, റൺ ചെയ്യാനായിട്ട് കൊടുത്തു. ഓക്കെ, സോറി. ഇപ്പൊ റിസൾട്ട് 51 വന്നു. 51 എന്തുകൊണ്ടാണ് 51 വന്നത്? നമ്മൾ എഴുതിയത് ആകപ്പാടെ നമ്മൾ ചെയ്തത് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക എന്ന് മാത്രമാണ്. ഇവിടെ അപ്പൊ സംഭവിച്ചത് എന്താണ്? ബ്രാക്കറ്റ് ഇവിടെ കിടക്കുന്നത് കൊണ്ട്, ഈ എക്സ്പ്രഷനിൽ ഒരു ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ആ ബ്രാക്കറ്റിന്റെ എക്സ്പ്രഷൻ ആണ് എന്ത് ഉള്ളത്? പ്രസിഡൻസ് ഉള്ളത്. പ്രസിഡൻസ് ബ്രാക്കറ്റിനാണ് ടോപ്പ് മോസ്റ്റ് പ്രസിഡൻസ്. അപ്പോ അത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അസോസിയേറ്റിവിറ്റിയെ കുറിച്ചും സംസാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? പ്രസിഡൻസ് കൂടുതലുള്ള, അതായത് ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ബ്രാക്കറ്റഡ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റഡ് എക്സ്പ്രഷൻ ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ള റൂള്, അതാണ് പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. ആ പ്രസിഡൻസ് റൂള് വെച്ചിട്ട് ആദ്യം ബി പ്ലസ് ബി എന്ന് പറയുന്നത് 8 8 16 എന്നുള്ളത് കണ്ടുപിടിച്ചു. 16 ഇൻറ്റു 3 മാറി. കാരണം ഈ പ്ലസിനെ കഴിഞ്ഞും പ്രസിഡൻസ് ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് നമ്മൾ ഇവിടെ കാണും. നമ്മൾ ഈ ടേബിളിൽ നോക്കണം. പ്ലസും മൈനസും വരുന്നത് സ്റ്റാർ ഡിവിഷൻ, മോഡുലർ ഡിവിഷന് ശേഷമാണ്. അതായത് സ്റ്റാർ ഒരു എക്സ്പ്രഷനിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്ലസും മൈനസും ചെയ്യൂ. അപ്പൊ സ്റ്റാർ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് സംഭവിച്ചു? ഈ ആദ്യം ബ്രാക്കറ്റഡ് എക്സ്പ്രഷൻ ടോപ്പ് പ്രയോറിറ്റി അത് ചെയ്തു, അതിനുശേഷം സ്റ്റാർ ഉപയോഗിച്ച് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ 16 ഇൻറ്റു 3 എന്നുള്ള 48 എന്നുള്ള 48ന്റെ കൂടെ ദെൻ ഓൺലി കംസ് പ്ലസ്. അതിനുശേഷമാണ് പ്ലസ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പ്ലസ് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ച 48 ഉണ്ട്. ഇവിടെ എയുടെ വാല്യൂ ആയ 3 ഉണ്ട്. 3 പ്ലസ് 48 എന്ന് പറയുന്നത് 51 ആണ്. ആ 51 ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഇതവിടെ റിസൾട്ട് ആയിട്ട് കാണാൻ. അപ്പൊ ഇതാണ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രസിഡൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിൽ അല്ലെങ്കിൽ എന്തിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതിനുശേഷം എന്താണ് കൊടുക്കേണ്ടത്, അതിനുശേഷം എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നാച്ചുറൽ ഓർഡർ ഓഫ് കമ്പ്യൂട്ടേഷൻ ഹാപ്പനിങ്, അതാണ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഓർഡർ അല്ല, സി എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന വേ ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ് അത്. ഇതിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രസിഡൻസ് കുറഞ്ഞത് കോമയ്ക്കാണെന്നാണ്. കോമ ഓപ്പറേറ്റർ ഇസ് ദ ലീസ്റ്റ് പ്രസിഡന്റ്. അതേപോലെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ എന്ന് പറയുന്ന ടെർണറി കണ്ടീഷണൽ ഓപ്പറേറ്ററിന് വളരെ ലോ പ്രയോറിറ്റിയാണ്. അതിനൊക്കെ ശേഷം മാത്രമേ അസൈൻമെന്റ് ഓപ്പറേറ്ററുകൾക്ക്, ഷോർട്ട് ഹാൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്ററുകൾക്കും പ്രയോറിറ്റി ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ റൂള്, ഈ പ്രസിഡൻസ് ടേബിളിന് അനുസരിച്ചാണ് സിയിൽ കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എക്സ്പ്രഷനുകൾ എഴുതുമ്പോൾ അത് പ്രോപ്പർ വേയിൽ പ്രോപ്പർ കാൽക്കുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രസിഡൻസ് കൊടുത്ത് എഴുതേണ്ടി വരും. അങ്ങനെ പ്രസിഡൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനാണ് പ്രസിഡൻസ് ടേബിൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വാല്യൂവിൽ വ്യത്യാസം വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള റിസൾട്ട് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ, ഈ കാൽക്കുലേഷൻ എക്സ്പ്രഷൻ എഴുതിയപ്പോൾ എവിടെയെങ്കിലും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ വരാനായിട്ടുള്ള പ്രസിഡൻസ് ഓപ്പറേറ്റേഴ്സ്, ബ്രാക്കറ്റ് തുടങ്ങിയതൊന്നും കറക്റ്റ് ആയിട്ടല്ല ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് നോക്കണം, അത് ചെക്ക് ചെയ്യണം നമ്മൾ കറക്റ്റ് ചെയ്ത്. ഇത്രയാണ് പ്രസിഡൻസിനെ കുറിച്ച് പറയാൻ. പ്രസിഡൻസ് ടേബിൾ ഓർമ്മയിൽ വെക്കണം. ഇത് വലിയ പാടാണ്, ഇത് മുഴുവൻ ഓർമ്മയിൽ വെക്കണ്ട. പക്ഷെ എന്നാലും ഏകദേശം ടോപ്പ് ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിന്റെ പ്രയോറിറ്റി പ്രത്യേകം നോക്കണം. കാരണം സ്റ്റാർ ഡിവിഷൻ പെർസെൻറ്റേജ് സിമ്പലിന് ശേഷമാണ് പ്ലസും മൈനസും വരിക എന്നുള്ളതും. ഇത് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. അതായത് ബിറ്റ് വൈസ് ലെഫ്റ്റ് റൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു നമ്പർ ഉണ്ടെന്ന് വെച്ചോ, അതിനെ ബൈനറി ആയിട്ടാണല്ലോ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുക. അത് ലെഫ്റ്റിലേക്ക് ഒരു പ്രാവശ്യം, അതായത് ഓരോ ബിറ്റ്സും ഷിഫ്റ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ വേറൊരു നമ്പറാണ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ വേറൊരു നമ്പറാണ്. അപ്പൊ അത്തരം ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്
വരുമ്പോൾ അതിന്റെ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസിന് ശേഷമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കണം. പ്രസിഡൻസ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് വലിയ അതായത് ഇത് അതേപടി ഓർത്തിരിക്കുക പാടാണ്. ജസ്റ്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം റെഫർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി ഈ പ്രസിഡൻസ് എന്ന് പറയുന്ന ഐഡിയ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ആൻസറുകളും എഴുതുക, എത്രയേ ഉള്ളൂ. ഇത് ഈ ടേബിളായിട്ട് തന്നെ റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അത് നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാനായിട്ടും ഉപയോഗപ്പെടും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം. ഇനി നമുക്ക് അടുത്ത എക്സർസൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം 3:30 നമുക്ക് കുറച്ച് നിങ്ങളുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് അല്ലെ അതിന്റെ ആൻസറുകൾ കണ്ടെത്തിയതിന് ശേഷം എല്ലാവർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഫങ്ഷൻസ് ആണ് അടുത്തത്. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് ആർക്കാണ് ഇതുള്ളത്? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് പ്രാക്ടിക്കലി വന്ന ഡിഫിക്കൽട്ടി ഏതാണെന്നുള്ള പറഞ്ഞാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓരോരുത്തരായിട്ട് വിളിക്കണോ അതോ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞോളൂ, അവരെ ചെക്ക് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഗുണകരമായിരിക്കും. ആരെങ്കിലും ഒരാള് ഒരു സംശയം ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. എല്ലാ ചെറിയ സംശയങ്ങളാണെങ്കിൽ പോലും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട, പറഞ്ഞോളൂ. നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാം, നമുക്ക് അത് ക്ലിയർ ചെയ്തു പോകാം. അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ ഏബിൾ ആകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. അല്ലാതെ നമ്മൾ സംശയം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിന് ഒരു സൊല്യൂഷൻ ഇല്ലാതെ പോകരുത്. രണ്ടു തരത്തിലുണ്ട്. എന്നോട് ചോദിക്കുന്നത്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തല്ലേ എന്നോട് ചോദിക്കാൻ പറ്റുന്നുള്ളൂ. വേറൊരു മാർഗമുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഇമെയിൽ ആയിട്ട് അയക്കുക എന്നുള്ളതാണ്. അത് ഞാൻ തന്നിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു തന്നാൽ അത് നോക്കിയിട്ട് അതിന് മറുപടി തരാം. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സ്, ഇവിടുത്തെ അതാത് സെന്ററുകളിലെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കുക. ഇങ്ങനെ നല്ല വഴി 3-4 വഴികളിൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സ്വയം കണ്ടെത്താനും പറ്റും. നമ്മൾ ഹെൽപ്പ് ഇതില് ഇന്റർനെറ്റിൽ തപ്പിയാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് കിട്ടും. ചാറ്റ് GPT തപ്പിയാൽ നമുക്ക് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻഡ് എറർ ഇൻ ദിസ് കോഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കോഡ് ചുമ്മാതെ ആ ചാറ്റ് GPTയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ആൻ ഈസി എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. ഓരോരുത്തരായിട്ട് അവരുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് അവര് അത് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് എന്താണ്, അവർക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അല്ല ജനറൽ ആയിട്ട് ചോദിച്ചാലും മതി. ഓക്കെ, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. വേഗം അന്നേരത്തേക്കും പ്രസന്റേഷൻ റെഡിയാക്കി തയ്യാറാക്കി. ഷഹാന, ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോളൂ. ലാപ്ടോപ്പിലാണോ? എന്തെങ്കിലും കോഡ് ഉണ്ടോ? സംശയമുള്ള കോഡ് ഉണ്ടോ? അതൊന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വാട്സാപ്പിലോ ഇവിടെയോ ചാറ്റ് ബോക്സിലോ? പിന്നെ മുർഷി, ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഏതാണ് മനസ്സിലാകാത്ത ഭാഗം, അല്ലെ വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയാം. ചെയ്തിട്ട് ദേവിക, NP ക്ലാസ്സിലില്ലേ? നിങ്ങള് മൊബൈൽ ഓൺ ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചു വേറെ സ്ഥലങ്ങളിൽ പോവാണോ?
ആ പറഞ്ഞോളൂ. ദിവ്യയാണോ? ഓ, ദേവിക എന്നുള്ള പേര് വേറെ വന്നേ ഉള്ളൂ അല്ലെ? ഇതിൽ എനിക്ക് കാണാൻ പറ്റുന്ന പേര് അതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, പറഞ്ഞോളൂ, എന്തെങ്കിലും ഉണ്ടോ? ആ, അല്ല, എന്താണ്, എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, നന്ദന. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇപ്പോൾ തന്നെ ചോദിക്കും. നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടച്ചാൽ മതി. ഞാൻ ഇതിന്റെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടച്ചാൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, നന്ദന. കിട്ടിയിട്ടുണ്ട്, ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എക്സാക്ട് ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ അടുത്ത അസൈൻമെന്റ് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐ വാണ്ട് 25 എറർ മെസ്സേജസ്. ആക്ച്വലി തെറ്റ് വരുത്താതെ ഒരാൾ ഒന്നും പഠിക്കില്ല. അപ്പോ എറർ മെസ്സേജസ് ഉണ്ടാവണം. സിന്റാക്സ് എറർ ആയാലും എന്തായാലും അത് ഉണ്ടാക്കിയിട്ട് അത് കണ്ട് മനസ്സിലാക്കണം എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടാകുന്നത്, അപ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത്. ഈ തരത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പഠനം എന്ന് പറയുന്നത്, അല്ലാതെ ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന കോഡ് അതേപടി കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്തോ നമുക്ക് പഠിക്കാവുന്ന ഒന്നല്ല പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം കണ്ട് മനസ്സിലാക്കിയിട്ട് അതിന് എന്ത് ചെയ്യണം, സൊല്യൂഷൻ എന്തുണ്ടാക്കണം, എങ്ങനെ അത് ചെയ്യണം എന്ന് മനസ്സിലാക്കൽ മാത്രമാണ്. അല്ലാതെ ഈ സി എന്ന് പറയുന്ന ലാംഗ്വേജ് മാത്രമല്ല, 600-700ഓളം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആസ് ഓഫ് നൗ കറന്റ്ലി ഓരോ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്നത് മാത്രമല്ല സൊല്യൂഷൻ, അല്ലെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ സിന്റാക്സ് പഠിച്ചാൽ എല്ലാം ആയി എന്നുമല്ല. അങ്ങനെയല്ല അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെ പ്രോബ്ലം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എറേഴ്സ് ഉണ്ടാവും. പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള എറേഴ്സ് വരും. ആ എറേഴ്സ് വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ സ്കില്ലായി മാറുന്നത്. അതുകൊണ്ട് എറർ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആരും പേടിക്കണ്ട, അത് ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് പഠനം നടക്കുള്ളൂ. ഓക്കെ, നന്ദന ഗുഡ്, എല്ലാം ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. ജൗഹാര. ആ, എന്താണ്, എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്നോ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടുണ്ടോ? ചെയ്യാം. ആ, അത് കറക്റ്റ് ചെയ്തു അല്ലേ? എറർ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതും മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ? എന്തുകൊണ്ട്? ഓക്കെ. ദിൽഷ. ദിൽഷ മൊബൈലിൽ ഇല്ലാന്ന് തോന്നുന്നു. ഗംഗ. ദിൽഷ വന്നോ? രണ്ടുപേരും. ആ ശരി ശരി, നിങ്ങൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? ആ, ചെയ്ത് നോക്കുന്നു. ഓക്കെ, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഓർമ്മയിൽ കിട്ടുന്നുണ്ടല്ലോ, ഓരോ കാര്യങ്ങളും. ഓക്കെ, ഗംഗ. പറഞ്ഞോളൂ. എന്തെങ്കിലും പോർഷൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും പോർഷൻ മനസ്സിലാകാതെ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഓൺലൈനിൽ ഇങ്ങനെ ഒരു ക്ലാസ് വരുമ്പം നിങ്ങളുടെ റെസ്പോൺസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ആണ് അതിനകത്ത് മറുപടി പറയാനുള്ളത്. അല്ലെ ഞാനിങ്ങനെ ഒരു ഒരു ഫിക്സഡ് റുട്ടീനിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് ലേൺ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ചോദിക്കും. ഗംഗയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ പഠിപ്പിച്ചതിൽ? കിട്ടുന്നുണ്ടോ? കേൾക്കുന്നില്ല, എന്തോ മൈക്രോഫോൺ ശരിയല്ല. കുറച്ചുകൂടെ ഓ, ഗംഗ കേൾക്കുന്നില്ല. ഒരു കാര്യം ചെയ്യോ, ആ ക്വസ്റ്റ്യൻ, ഗംഗ ഒരു കാര്യം ചെയ്യോ, ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യൂ. ഇവിടെ സ്പീക്കറിൽ എനിക്ക് വളരെ അവ്യക്തമായിട്ടുള്ള വോയിസ് ആയിട്ടാണ് കേൾക്കുന്നത്. ഗംഗ ഒരു കാര്യം ചെയ്ത് ആ ക്വസ്റ്റ്യൻ ഈ ചാറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ. വിജില. വിജില അമ്മു.
ഓക്കെ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ ടീച്ചേഴ്സും ആയിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ സംശയമുണ്ടെങ്കിലും അവര് എന്നെ പോലെ തന്നെ അതൊക്കെ തീർത്തു തരാൻ പര്യാപ്തമായ അറിവുള്ളവരാണ്. അപ്പൊ അവരുടെ അടുത്തും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഞാൻ ഇത് പറയുന്നത് മാത്രമായിട്ട് നിൽക്കണ്ട. അവരുടെ നിർദ്ദേശവും അവരുടെ ഇതും കൂടെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പൈത്തണും തുടങ്ങി കാണും. സോ പൈത്തണിലെ പ്രോഗ്രാമിംഗ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വേണമെങ്കിലും പഠിക്കാം. അതും നല്ലൊരു കാര്യമാണ്. ആ, താങ്ക് യു ഗംഗ. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ഇതിലേക്ക് കടക്കാം. നമുക്ക് ഈ പ്രസിഡൻസും ഇതെല്ലാം കൂടെ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലേക്കോ വരാം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നമ്പറിനെ വേർഡ് ആക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. വെറുതെ നമ്പർ ഞാൻ കരുതാൻ പോകുന്ന ഒരു എക്സർസൈസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എക്സർസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ രൂപ പൈസ ഉണ്ടല്ലോ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളതാണ് കൊടുക്കാറുള്ളത്. അത് ശകലം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇമേഴ്സ്ഡ് ആയിട്ട് നമുക്ക് പ്രയോജനപ്രദമായ ഒരു സംഗതിയാണ്. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പം 123.50 എന്ന് പറഞ്ഞാല് ഇത് ഇൻ വേർഡ്സിൽ എഴുതുമ്പോ എങ്ങനെ എഴുതും? 100 ചെക്കിലൊക്കെ വരുന്ന കാണത്തില്ല. 123 rupees and 50 പൈസ. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ എഴുതുന്നത്. അപ്പൊ നമുക്കൊരു ഒരു നമ്പർ കൊടുത്താൽ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ്സിലുള്ള ഇത് മിക്കവാറും ബില്ലിന്റെ ഒക്കെ അടിയിലോ അല്ലെങ്കിൽ ചെക്കിന്റെ അടിയിലോ ഒക്കെ എഴുതി വരുന്ന നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ വെറുതെ ഫിഗർ മാത്രം കൊടുത്താൽ മതി. ഫിഗറിന്റെ മോണിറ്ററി വാല്യൂ ഇൻ വേർഡ്സിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കുറച്ച് 1 കോടി വരെയൊക്കെ ഉള്ള ഒരു ലിമിറ്റ് കൊടുത്താൽ അതുവരെയുള്ളത് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള അതുപോലെ കോടികള്, ബാക്കിയെല്ലാം കോടിക്ക് മുകളിലുള്ളതിന് കോടികൾ, എത്ര കോടികൾ എന്നുള്ളത് മാത്രമായിട്ട് വേണ്ട. അങ്ങനെയൊക്കെയുള്ള ചില എക്സർസൈസ് ചെയ്യാറുണ്ട്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം, വേറെ എന്തെങ്കിലും ചേർക്കാം. ഓക്കെ. നിങ്ങളെല്ലാം എന്താണ് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. കൂടുതൽ പേരും എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് നമുക്ക് ഒരു എക്സർസൈസ് കൂടെ ചെയ്യാം. നമുക്ക് അവർക്ക് അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് EOQ എന്ന് പറയുന്ന സംഗതിയുണ്ട്. കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് EOQ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. So right, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്? ഇത് എക്കണോമിക്സ് ആരും ഒന്ന് വിശദീകരിക്കാവോ ആരെങ്കിലും? EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാവോ? ഹലോ, EOQ എക്കണോമിക്സ് അറിയാം. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മളിപ്പോ ഒരു കമ്പനിയിലാണെങ്കിൽ അതിന്റെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ്, പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റോ മെറ്റീരിയൽസ് മേടിച്ചുകൊണ്ടിരിക്കണം. റോ മെറ്റീരിയൽസ് മേടിച്ചാൽ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സ്ഥലം കോസ്റ്റ്ലി ആണ്. അത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഒരു പ്രൈസ് ഒക്കെ നമ്മൾ കണക്കാക്കേണ്ടി വരും സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോ ഏതളവിൽ സാധനങ്ങൾ മേടിച്ചു കൂട്ടിയാൽ കൃത്യമായിട്ട് അത് ഉപയോഗിക്കും, ഏറ്റവും മിനിമം കോസ്റ്റിൽ ഉപയോഗിക്കും, ഇതാണ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി is a calculation that helps companies to determine the ideal order size to meet demand while minimizing inventory cost. Inventory cost
മിനിമൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ടൂളാണ്, എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ച പകുതി പേരും എക്കണോമിക്സ് പഠിച്ചവരാണെന്ന് വിചാരിക്കുന്നു. കുറെ പേരൊക്കെ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത്. ഓക്കെ, ദൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്താണ് ഈ സംഭവം. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഫോർമുല. ആ ഫോർമുല എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ സംതിങ് എൽസ്. നമുക്ക് EOQ ഫോർമുലയിലേക്ക് നേരിട്ട് വരാം. എനിക്ക് അതിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട് പറഞ്ഞ് നിൽക്കാനായിട്ട് നേരമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കത് ഓർഡറിംഗ് കോസ്റ്റ് എങ്ങനെയാണ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് മാത്രം വരും. ഇത് ഏതാണ്ടാണ് അതിന്റെ സംഗതി. EOQ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2SD/H. ഓരോന്നും എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഫോർമുല ഉള്ളതുണ്ടോ? കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ആ പ്രസിഡൻസ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഇതും മനസ്സിലാവുക. എന്നിട്ട് നമുക്കത് എവിടെയാണ് ഇതൊരു ഇൻഡിയുടെ ഫോർമുല ആയിട്ട് പറഞ്ഞിരിക്കുന്നതൊക്കെ. Let us copy this. Is 2ds square root of EOQ is square root of 2ds/H. ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് പറയാം. D is equal to D is എന്താണ്? D is demand in unit, annual demand in unit. Okay. Demand in units. Okay. Then what is the next? S is order cost. S is order cost. ഒരു ഓർഡർ എടുക്കാനായിട്ടുള്ള കോസ്റ്റ്. ഒരു ഓർഡർ നമ്മൾ പല പത്രപരസ്യമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. Then H is holding cost per unit per year. Holding cost is holding cost. ഒരു യൂണിറ്റ് ഒരു വർഷം സൂക്ഷിക്കുന്നതിന് ആവശ്യമായ ചെലവാണ് H. അങ്ങനെയാണെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് കാൽക്കുലേറ്റഡ് സംതിങ് ലൈക്ക് ദിസ് എന്നാണ് അതിന്റെ തിയറി പറയുന്നത്. തിയറിയിലുള്ള ഇത് ഞാൻ എടുത്തോണ്ട് എന്റെ സ്വന്തം ഫോർമുല ഒന്നുമല്ല, ഒരു ഫോർമുല എടുത്തു, കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇന്നത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രോബ്ലം. അപ്പൊ അത് പലതരത്തിൽ നമ്മളൊന്ന് മാറ്റിമറിച്ച് നോക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം? ഇതെല്ലാം ഇതില് ഈ 3 കാര്യങ്ങള് യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് യൂസറിൽ നിന്ന് റീഡ് ചെയ്യാം. പക്ഷെ ഇത് ബിഗിനിങ്ങിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക്, ഫോർ എക്സാമ്പിൾ, ഈ കമ്പ്യൂട്ടേഷൻ സ്ക്വയർ റൂട്ടും ഡിവിഷനും ഒക്കെ ഉൾപ്പെടുന്ന ആയതുകൊണ്ട് നമ്മൾ എന്ത് തരം ഡാറ്റ ഉപയോഗിക്കണം? നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഉപയോഗിച്ച് വേണം അത് സ്റ്റോർ ചെയ്യാൻ. കാരണം അതിനകത്ത് ഡിവിഷൻ വരുന്നു. ഡിവിഷൻ വരുമ്പോൾ ഫ്രാക്ഷണൽ വാല്യൂസ് വരും. ഫ്രാക്ഷണൽ വാല്യൂസ് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെ ഡബിൾ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഇരട്ടി പ്രിസിഷൻ ഉള്ളത് ഉപയോഗിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഉപയോഗിച്ചോ. ഫ്ലോട്ടിംഗ് പോയിന്റിൽ നമുക്ക് വേണ്ട വേരിയബിൾസ് വരുന്ന D ഉണ്ട്, S ഉണ്ട്, then H ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ സൂക്ഷിക്കാനായിട്ട് EOQ ഇവിടെ വേണം അല്ലെ? EOQ സൂക്ഷിക്കണമാണ്. നമുക്ക് അതും വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ. ഇത്രയും വേരിയബിൾ ആണ്, സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ നേരിട്ട് പറഞ്ഞു. ഇനി നമുക്ക് കമ്പ്യൂട്ടേഷനിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാം. എങ്ങനെ കഴിയും? EOQ is equal to സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് എങ്ങനെ കാണും? സ്ക്വയർ റൂട്ട് കാണാൻ ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? SQRT എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ലൈബ്രറി. പക്ഷെ XQRT ഉപയോഗിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് math.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം. math.h. ഇതില് കുറച്ച് ഡിഫിക്കൽട്ടി വരും. നമുക്ക്
സ്ക്വയർ റൂട്ട് ഓഫ്, അല്ല നമുക്ക് ആദ്യം ഇത് എക്സ്പ്രഷൻ എഴുതാം. അപ്പൊ എന്താണ് നമ്മൾ വേണ്ടത്? 2ds. 2ds എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എക്സ്പ്രഷൻ ആക്കി എങ്ങനെ എഴുതണം? 2 multiplied by d multiplied by s. ഓക്കെ, ഡിവൈഡഡ് ബൈ h. ഓക്കെ, ഇതാണ് ഒരു, ഇതിന്റെ മൊത്തം വാല്യൂവിനെ വേണം എന്ത് ചെയ്യാനായിട്ട്? ഇതിന്റെ മൊത്തം സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ we will write something like this, SQRT. SQRTയിലേക്ക് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ടെമ്പററി വാല്യൂ ആയിട്ട് സൂക്ഷിക്കുക. പ്ലോട്ട് ടെമ്പററി കാൽക്കുലേഷൻ നടത്തി നമ്മൾ ഈ വാല്യൂ സൂക്ഷിക്കുക. അതിനെ സ്ക്വയർ റൂട്ടിലേക്ക് കൊടുത്ത് നമ്മൾ അതിന്റെ സ്ക്വയർ റൂട്ട് ഈ കിട്ടുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ യൂസറിനോട് സംസാരിക്കാൻ വിട്ടുപോയി അല്ലേ? നമുക്ക് ആദ്യം യൂസറിനോട് പറയണ്ടേ, ഇതൊക്കെ എൻ്റർ ചെയ്യാൻ പറയണ്ടേ? എൻ്റർ ഡിമാൻഡ് ഇൻ യൂണിറ്റ്സ്. ഓക്കെ, അത് പറഞ്ഞു. അത് റീഡ് ചെയ്ത് വെക്കണം. അതെങ്ങനെ റീഡ് ചെയ്യും? സ്കാൻഫ്. ഇവിടെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുത്തത്, അതുകൊണ്ട് നമ്മളിവിടെ ഫോർമാറ്റിൽ എന്ത് കൊടുക്കണം? %f കൊടുക്കണം. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് റീഡ് ചെയ്യുന്നുള്ളത്. ഡിമാൻഡ് കിട്ടി. ദെൻ ഇനി എന്ത് വേണം? അടുത്ത ലൈനിൽ നമ്മൾ പറയുന്നത് എൻ്റർ ഓർഡർ കോസ്റ്റ്. ഓർഡറിന്റെ കോസ്റ്റ് എൻ്റർ ചെയ്യാം. ഓക്കെ, അത് റീഡ് ചെയ്ത് വെക്കണം. സ്കാൻഫ് %f ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻറ്റു s എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഓർഡർ കോസ്റ്റ്. ഇനി h അല്ലേ? അതെന്താണ് h എന്ന് പറയുന്നത്? പ്രിന്റ്. ഓക്കെ, എൻ്റർ ഹോൾഡിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അഡ്രസ്സോ. 3 കാര്യങ്ങൾ നമ്മൾ യൂസറിൽ നിന്ന് റീഡ് ചെയ്തെടുത്തു. DS. അപ്പോൾ പിന്നെ കമ്പ്യൂട്ടേഷൻ നടത്തി കിട്ടുന്നതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഈ OQയിലാണ് നമ്മൾ റിസൾട്ട് കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, നമുക്കിനി ഇത് ചെയ്തിട്ട് സേവ് ചെയ്തു, ഫയൽ സേവ് ചെയ്തു. example3.c എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നു, നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് EX3യിലേക്ക് കമ്പൈൽ ചെയ്തെടുക്കാം. എററൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് എററൊന്നും കൊടുത്തില്ല, അതുകൊണ്ടാണ്. EX3.c റൺ ചെയ്തു. അപ്പോൾ ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ്? ഒന്നും വന്നില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കൊടുത്തു നോക്കാം. 5, 10. ഓക്കെ, ഈ പ്രിന്റ് ഒന്നും വന്നില്ല കേട്ടോ. അതിനു മുമ്പേ നമുക്ക് വാല്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു സംഭവം, എന്താണ് അത് സംഭവിച്ചത്? ചിലപ്പോ ഇങ്ങനെ സംഭവം. ഈ പ്രിന്റ് ഒക്കെ അവസാനമാണ് വന്നത്, ഈ എൻ്റർ യൂണിറ്റ് ഒന്നും വന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അത് GCC എന്ന് പറയുന്ന പ്രിന്ററിൽ ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഉള്ളത് കൊണ്ട്, ഇവിടെ മാത്ത് ഉള്ളത് കൊണ്ടും, അതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ ലൈബ്രറീസ് ഇൻക്ലൂഡഡ് ആകണമായിരുന്നു. അത് ചെയ്തില്ല. അതാണ് ഇതിന് വന്ന ഒരു മിസ്റ്റേക്ക്. അതുകൊണ്ട് ആ പ്രിന്റ് എഫ് എല്ലാം അത് രണ്ടാമതേക്ക് മാറ്റി വെച്ചു. സ്കാൻഎഫ് എല്ലാം ആദ്യം എടുത്തു. അതൊരു കമ്പൈലറിന്റെ ഒരു ഇഷ്യൂ ആണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ EX3.exe example3.c -lm എന്നുള്ള കൊടുക്കും. സീരിയസ് ഇവിടെ ഉണ്ട്. അവിടെ ഇതൊന്നും വന്നില്ല, വാല്യൂ ഒന്നും വന്നില്ല.
കാരണം ഈ ഈ പ്രിന്റ് എഫ്, അതായത് നമ്മളിവിടെ ഈ ഡിക്ലെയർ ചെയ്ത ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്നുള്ള ഈ ഈ ഇൻസ്ട്രക്ഷൻസ്, ഈ എൻ്റർ എന്നുള്ളത് എന്ത് സംഭവിച്ചില്ല, ഇത് ആദ്യം തന്നെ എക്സിക്യൂട്ട് ആയില്ല. പകരം ആ ഓർഡർ വിട്ടിട്ട് ഈ സ്കാനഫ് എല്ലാം ആദ്യം എക്സിക്യൂട്ട് ആയി. സ്കാനഫ് എല്ലാം എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രം പ്രിന്റ് എഫ് വന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതെന്താണ്, നമ്മൾ ഇന്നലെ ഇതുവരെ ചെയ്തതിനകത്ത് അങ്ങനെ വന്നില്ലല്ലോ. ഇപ്പോ എന്തുകൊണ്ടിരുന്നു ഫ്ലോട്ടിംഗ് പോയിന്റ് ആഡഡ് ആയിട്ടില്ല. അതാണ് ആ ഇഷ്യൂ എന്ന് പറയുന്നത്. GCC നോട്ട് ഫസ്റ്റ് പ്രിന്റിംഗ് printf before scanning issue. Flash stick. Enter demands in units. Okay. For example, നമുക്ക് demands in unit 1000. ഓർഡർ കോസ്റ്റ് ഒരെണ്ണം ഒരു യൂണിറ്റ് ഇടാനായിട്ട് 200 രൂപ. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് നമുക്ക് 3000 രൂപ. ഓക്കെ. അപ്പോൾ എക്കണോമിക് ആയിട്ട് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 11 എണ്ണം വീത് ഓർഡർ ചെയ്യാം. 11.54. സോ 12 എണ്ണം വീത് കൊണ്ട്. ഇവിടെ എന്നാ ഈ സംഭവിച്ചത്, ഇതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം കേട്ടോ. അത് നിങ്ങളുടെ ഇതിൽ വരുമ്പോൾ ഇത് ആദ്യം ഇങ്ങനെ ഇല്ലാതെ ഇതിട്ടും എൻ്റർ ചെയ്ത് നോക്കണം. ഇവിടെ അത് സി കമ്പൈലറിന്റെ ഒരു പ്രശ്നം കാരണമാണ്. ഇവിടെ ഹലോ ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ. സി കമ്പൈലറില് നമ്മള് GCC എന്ന് പറയുന്ന കമ്പൈലർ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഈ പ്രിന്റ് എഫ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റ് എഫ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും സ്കാനപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രിന്റ് എഫ്, അത് പ്രിന്റ് എഫിന് വേണ്ടി ഒരു ബഫർ ഉണ്ടാക്കിയിട്ട് അത് ഫിൽഡ് ആകുമ്പോൾ മാത്രമാണ് ഇത് പ്രിന്റിലേക്ക്, അതായത് സ്ക്രീനിലേക്ക് കൊടുക്കുക. മറ്റ് വെറുതെ പ്രിന്റ് എഫ് മാത്രം എഴുതിയിരിക്കുന്നതാണ് ആ പ്രശ്നമില്ല. എസ്പെഷ്യലി വെൻ ഫ്ലോട്ടിംഗ് പോയിന്റ് കമ്പ്യൂട്ടേഷൻസ് ആർ ദെയർ, സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രിന്റ് എഫിന്റെ ലൈബ്രറിയിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മളിവിടെ പറയുകയാണ് ഓരോ പ്രിന്റ് എഫും കൊടുത്തതിന് ശേഷം ഫ്ലഷ് ചെയ്യും. അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, അതായത് സ്ക്രീൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം മാത്രം അടുത്തത് ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരുന്നു ഈ പ്രോഗ്രാമിന്. അത് എൻ്റയർലി വാലിഡേറ്റിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ വിൻഡോസിൽ ചെയ്യുമ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ഇത് വിൻഡോസില് ലിനക്സിൽ ചെയ്യുമ്പോൾ മാത്രമാണ്, GCC ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ലൈനും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അല്ലെങ്കിൽ അത് പ്രശ്നമില്ല. അപ്പൊ അത് ഓർത്തിരിക്കാം. വിൻഡോസിൽ ചെയ്യുമ്പോൾ ഇത് വേണമെന്നില്ല, അല്ലാത്തപ്പോൾ ഇത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പ്രോബ്ലം ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു അഡീഷണൽ കമ്പൈലേഷൻ സ്റ്റേജ് കൊടുത്തു, -LM കൊടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ മാത്തമാറ്റിക്കൽ ലൈബ്രറി വന്നാലേ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, SQRT മീൻസ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട്, മാത്തമാറ്റിക്കൽ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ math.h എന്ന് പറയുന്ന ഹെഡറോട് ഇൻക്ലൂഡ് ചെയ്യണം. math.hലാണ് സ്ക്വയർ റൂട്ട്, ലോഗ് തുടങ്ങിയ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എല്ലാം, സൈന്, കോസ് ഒക്കെ ഉള്ളത്. അപ്പൊ അതെല്ലാം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ ഇതിനകത്ത് ഉപയോഗിക്കും. നോക്കൂ, ഇതിപ്പം ഒരു
ഇവിടെ നമ്മൾ സ്റ്റാറും ഡിവിഷനും മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് പ്രസിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഒരേ പ്രിസൈഡിങ് പ്രസിഡൻസ് ഉള്ളതാണ്ട് ഇവാലുവേഷൻ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഇവിടെ തൊട്ട് ആദ്യം രണ്ടിനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ റിസൾട്ട് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കും. ഡി എ ആ കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ റിസൾട്ട് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കും. ആ റിസൾട്ടിനെ വീണ്ടും എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ആ റിസൾട്ട് ടെമ്പററി ആയിട്ട് സൂക്ഷിക്കും. എന്നിട്ട് അത് എടുത്ത് ഇവിടെ സ്ക്വയർ ചെയ്യും. അതായത് ഇവിടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് പ്രത്യേകം പറഞ്ഞിട്ടില്ല, അവിടെ പ്രശ്നമില്ല. എന്നാൽ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫോർമുല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും. എസ് ബൈ എച്ച് ആദ്യം കണ്ടിട്ട് അതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. അതാണ് പ്രസിഡൻസ് ഓപ്പറേറ്ററിന്റെ വ്യത്യാസം. നമുക്ക് പലതരത്തിൽ ഈ ഫോർമുലാസ് ഒക്കെ മാറ്റി മറിച്ചു നോക്കിയിട്ട് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇന്ന് നമ്മൾ നിയറിംഗ് ദ എൻഡ് ഓഫ് 1 hour. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ സഹിതം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണ്. ക്വസ്റ്റ്യനും ആൻസറും അവിടെയുണ്ട്. ഇതൊരു എക്സർസൈസ് ആയിട്ട് ലൈബ്രറി ഇതിൽ വരേണ്ടതാണ്, അത് സൂക്ഷിച്ചു നോക്കുക. അടുത്ത രണ്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക. ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ വളരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള പ്രോബ്ലം. ഇവിടെ ഈഫ് ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു കണ്ടീഷൻ ചെക്കിങ് പോലും ഇല്ല, ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ആൻഡ് ഡിസ്പ്ലേ. പക്ഷെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ 2 ഇൻറ്റു എന്നുള്ളത് പല തരത്തിൽ നിങ്ങൾ മാറ്റി പലതരത്ത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ റിസൾട്ട് വേരി ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് വേരി ചെയ്യുക എന്നുള്ളതും പ്രസിഡൻസ് എന്താണെന്നും ഉള്ള കമ്പ്യൂട്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടി അത് ചെയ്തു നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ബാക്കി സംശയങ്ങളുമായിട്ട് വരണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇത് ചെയ്യുന്നതല്ല, വേറെ സി സംബന്ധമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ഇമെയിലിൽ അയച്ചാൽ മതി. അതിന് മറുപടി ഞാൻ ഇമെയിലിൽ തന്നെ അയച്ചു തരാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി